ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സിമ്പിൾ സ്റ്റോറീസ്. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനം? എല്ലാവരും സുഖമായിട്ട് നല്ല സന്തോഷമായിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കുകയാണ്. അൽഹംദുലില്ലാഹ് നമുക്കും ഇവിടെ സുഖമായിട്ട് നല്ല സന്തോഷമായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നല്ല മഴയാണല്ലേ, അപ്പോൾ നിങ്ങളൊക്കെ നല്ല സേഫായിട്ട് ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് പണ്ടൊക്കെ ഉണ്ടാക്കിയിരുന്ന പഴയ കാല ഒരു വിഭവമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാനെന്ന് പറഞ്ഞാൽ വ്ളോഗ് ചെയ്യാൻ ഉദ്ദേശിച്ചതായിരുന്നു, പക്ഷേ നമുക്കൊരു പെട്ടെന്നൊരു മരണവാർത്തയൊക്കെ കേട്ട കാരണം നമ്മൾ അതൊക്കെ മാറ്റി. പതിവിലും സമയം വൈകിട്ടാണ് കേട്ടോ നമ്മൾ കിച്ചണിലെത്തിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഞാൻ കരുതി സിമ്പിളായിട്ടുള്ള എന്തെങ്കിലും ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇവിടെ നല്ല ഇഷ്ടമാണ്, നല്ല ഹെൽത്തിയാണ്. അപ്പോൾ അത് നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വരെ ഒന്ന് കാണാൻ ശ്രമിക്കണേ. പുതിയ വ്യൂവേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ തന്നെ ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും കൂടി ഞാനൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടാലോ. ഇന്ന് രാവിലെ തന്നെ പ്രഭാത കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം ഫോണിലൊക്കെ എഡിറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ അതൊക്കെ ഒന്ന് ഓഫാക്കിയിട്ട് കിച്ചണിൽ കയറാൻ വേണ്ടി വന്ന സമയത്താണ് കേട്ടോ ഒരു കോഡ് വന്നത്. ഉമ്മാൻ്റെ ആയിരുന്നു. നമ്മുടെ കുടുംബത്തിൽ തന്നെയാണ്, നമ്മളെ കുടുംബത്തിലുള്ള ഒരാൾ തന്നെയാണ്, ഇവിടെ അടുത്താണ് മരിച്ചിട്ടുള്ളത്. അപ്പോൾ അത് കേട്ട പാടനെ ഞാൻ കളിച്ചായും കടിയൊക്കെ കഴിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കാൻ നിന്നില്ല കേട്ടോ. കാരണം നമുക്ക് പെട്ടെന്ന് തിരിച്ചു വരണമായിരുന്നു. കാരണം മോനിങ്ങനെ പോകാനുണ്ട്, മോള് പിന്നെ പനിയായി കാരണം ഒന്നും പോകണില്ല. അപ്പോൾ എന്നാലും അവനക്ക് ചോറൊക്കെ കൊണ്ടുപോകണം. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് വരണം. അതുകൊണ്ട് തന്നെ ഞാൻ അധികം പിന്നെ സമയം വൈകിച്ചില്ല, പെട്ടെന്ന് തന്നെ അവിടം വരെ ഒന്ന് പോയി. നമുക്ക് ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ എന്ത് സംഭവിക്കുന്നു പോലും നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ. നമ്മൾ വിചാരിക്കും, പക്ഷേ പഠിച്ചവൻ നടപ്പിലാക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക റബ്ബിൻ്റെ തീരുമാനം എങ്ങനെയായിരുന്നു എന്നുള്ളത്. അങ്ങനെ അവിടുന്ന് വന്നിട്ടാണ് ഞാൻ ഈ ഒരു അപ്പം ഉണ്ടാക്കി. അതുവരെ ഞാൻ പുട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമെന്ന് അങ്ങനെ വിചാരിച്ചിരുന്നു. പക്ഷേ അവിടുന്ന് വന്ന ശേഷം പിന്നെ ഞാൻ ഓർത്തു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ ഇതാവുമ്പോൾ ഒന്നും കൂടി ഹെൽത്തിയുമാണ്, റാഗിപ്പൊടിയൊക്കെ വെച്ചിട്ട് ചെയ്യാമെന്ന് കരുതി. അങ്ങനെ ഇതൊരു പഴയകാല വിഭവമാണ്, ഇതൊരു പുതിയ കാല വിഭവമാണ് കേട്ടോ. എന്നാലും എന്തായാലും നല്ല ഹെൽത്തിയാണ്. അങ്ങനെ ഞാൻ പിന്നെ റാഗിപ്പൊടിയും അതുപോലെ തന്നെ 2 ഗ്ലാസ് റാഗിപ്പൊടി 1/2 ഗ്ലാസ് അരിപ്പൊടിയും കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ചെയ്തു. മൊത്തത്തിൽ റാഗിപ്പൊടി എടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ നോക്കിയപ്പോഴാണ് കേട്ടോ ഇതിൽ വീഡിയോ മുഴുവനായിട്ട് കാണില്ലായിരുന്നു ഞാൻ ആ പൊടി എടുത്തത്. അപ്പോൾ അതൊക്കെ എടുത്ത് അടുക്കളയിൽ കൊണ്ടുവന്ന് വെച്ചു. പിന്നെ ഞാൻ ഇത് വാട്ടാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചു കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഉപ്പിട്ട് കൊടുത്തു, പാകത്തിന് ഉപ്പിട്ട് കൊടുത്തു. അത് ഇട്ടൊട്ടിന് ശേഷം അടച്ച് വെച്ചു. അപ്പോൾ ഈ ഒരു പാത്രത്തുമ്മൽ ഇങ്ങനെ കാണുന്നത് പറഞ്ഞാൽ നമ്മൾ മോറി വെക്കാത്ത പാത്രമല്ല കേട്ടോ, മോറി വെച്ച പാത്രം തന്നെയാണ്. ഈ കോയിൽ വെള്ളം ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കറ പോലെ ഇങ്ങനെ വരുന്നത് ഇതിൽ. അങ്ങനെ ഞാൻ പോയിട്ട് തേങ്ങ പൊട്ടിച്ചു. തേങ്ങ ഇതിലേക്ക് ആവശ്യമുണ്ട് നമുക്ക്, ഇതിൻ്റെ കൂട്ട് തേങ്ങാക്കൂട്ടാണല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വാഴൻ്റെ ഇല ഒന്ന് മേലെ ആ ഒരു ആവിയിൽ ഒന്നും ഇങ്ങോട്ട് വാടാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന് വെച്ചു. പിന്നെ ഞാൻ പൊടി വാട്ടിയെടുത്തിട്ടാ. അങ്ങനെ പൊടിയൊക്കെ വാട്ടിയെടുത്തതിന് ശേഷം പിന്നെ ഞാൻ ശർക്കര ഉരുക്കാൻ വെച്ചു. അപ്പോൾ ഇപ്രാവശ്യം കൊണ്ടുവന്ന ശർക്കര കല്ലുള്ള പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും അത് അരിക്കന്നെ വേണം. അങ്ങനെ അതൊക്കെ അരിച്ചിട്ട് ഒരു പാത്രത്തേക്ക് ഒഴിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു, അതും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെ മധുരത്തിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കാം. ഇപ്പോൾ പഞ്ചസാര ചേർത്തിട്ടാണെങ്കിൽ ഇപ്പോൾ ഞാൻ രാവിലെ തന്നെ വേണ്ടാന്ന് വെച്ചു മധുരം. കാരണം വൈറ്റ് പോയിസൺ ആണെന്നാണ് പറയാം ഈ ഒരു പഞ്ചസാരനെ കുറിച്ച്. അപ്പോൾ അത് എത്രത്തോളം നമുക്ക് ഒഴിവാക്കാൻ പറ്റുമോ അത്രത്തോളം ഒഴിവാക്കുന്നത് അത്രയും ഹെൽത്തിയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ആ ഒരു ശർക്കര നമുക്ക് ആ ഒരു കൂട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചു. എന്നിട്ട് ശർക്കര പാവ് അരിച്ചൊഴിച്ചു കൊടുത്തു. ഇനി നമുക്ക് തിളച്ച് വരുന്ന ഈ ശർക്കര പാവിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതപ്പോൾ ഇതിന് പ്രത്യേകിച്ചൊരു അളവൊന്നുമില്ല. എനിക്ക് പെട്ടെന്നാണ് ഞാൻ ഒരു ഇത് ഉണ്ടാക്കണത് തന്നെ. അപ്പോൾ ഞാൻ പിടിച്ചിട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ചൊരു അളവൊന്നും എന്നാലും ഞാൻ ശ്രദ്ധിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. 2 കപ്പോളം എന്തായാലും തേങ്ങ ഉണ്ടാവും കേട്ടോ. പിന്നെ ഒരു അതിൽ ഞാൻ അളന്ന് എടുത്തതാണ്, ഒരു 1/2 കപ്പ് അവലും ഉണ്ട്. അപ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് വേണം അതിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. പിന്നെ ഇതിൽ നെയ്യ് ചേർത്ത് കൊടുക്കുക, അണ്ടിപ്പരിപ്പ് ബദാം കിസ്മിസ് ഒക്കെ ചേർത്ത് കൊടുക്കുക. നല്ല ഹെൽത്തിയും നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ചേർത്താലും ഞാൻ പറഞ്ഞാലും ഒന്നും കൂടെ നല്ല ടേസ്റ്റാണ്. സത്യം പറഞ്ഞാൽ ഞാൻ മറന്നതാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ റെഡിയാക്കി ആ കൂട്ടൊക്കെ പാകാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽക്ക് ടേസ്റ്റിന് ഞാൻ വേറെ 2-3 സാധനം ഞാൻ വേറെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഒരു ചെറിയ പീസ് ചുക്ക്, 1 ടീസ്പൂൺ ജീരകം, അതുപോലെ തന്നെ 2 ഏലക്കയും കൂടെ ചതച്ചിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു മിക്സിലേക്ക്. അത് ചേർത്ത് കൊടുത്തിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കുമ്പോൾ. പാത്രം കാലിയായി തന്നെ വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ പിന്നെ നെയ്യും അതുപോലെ ഞാൻ പറഞ്ഞ സാധനത്തിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. ഞാനതൊക്കെ ഒരു കൂട്ടുണ്ടായാലും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ അതേ അടുപ്പത്തേക്ക് ഞാൻ ഇഡ്ഡലി ചെമ്പ് വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക. അതിന് ഞാൻ ഇവിടെ നെയ്ച്ചോട്ടില്ല എന്നാണ് പറയൽ. അപ്പോൾ ഇത് ചേർത്ത് കൊടുത്താൽ നമ്മൾ ഈ നാടൻ വിഭവങ്ങൾക്കൊക്കെ ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ. പിന്നെ ഈ നമ്മൾ ഉണ്ടാക്കുന്ന ഈ ഒരു സാധനത്തിനുണ്ടല്ലോ, ഇവിടെ പുകാട എന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താണ് ഇതിന് പറയുക എന്നൊന്ന് കമൻറ്റ് ചെയ്യുമെങ്കിൽ.
അങ്ങനെ ഞാൻ കുഴച്ച് വെച്ച മാവിൽ നിന്ന് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഞാനിപ്പോൾ ഇവിടെ എളുപ്പത്തിന് പത്തിരി പ്രസ് എടുത്തിട്ടുണ്ട്. ചിലർ പൊടിമാവൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന കാണാൻ എനിക്കൊന്നും കൂടെ ഈസി ആയിട്ട് ഇങ്ങനെയാണ് തോന്നിയത്. അപ്പോൾ ഓരോ ഉരുളയായിട്ട് നമുക്ക് പ്രസ്സുമ്മൽ വെച്ച് അമർത്തിയെടുക്കാം. ഇനി വലിയ പണിയൊന്നുമില്ല കേട്ടോ. വാട്ടിയെടുത്ത വായൻ്റെ ഇലയ്ക്ക് നമ്മൾ പ്രസ് ചെയ്ത ഒരു പത്തിരി വെച്ച് കൊടുക്കുക. നേരത്തെ നമ്മൾ ഉണ്ടാക്കി വെച്ച ഒരു കൂട്ടുണ്ടല്ലോ അതും ചേർത്ത് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്യുക. ഈ ഒരു പത്തിരിൻ്റെ 2 വശം യോജിച്ച് വരുന്നുണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തണം കേട്ടോ. ഇല്ലെങ്കിൽ എന്താണെന്നറിയോ, അത് പൊട്ടിപ്പോവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഓരോന്നായിട്ട് അങ്ങനെ പത്തിരി പ്രസ്സിൽ വെച്ചിട്ട് പ്രസ് ചെയ്യുക, കൂട്ട് വെക്കുക, യോജിപ്പിക്കുക, ആവിച്ചെമ്പിലേക്ക് വെക്കുക. ഇത്രേ പണിയുള്ളൂ. പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാനും പറ്റും. അതുപോലെ തന്നെ നല്ല ഹെൽത്തിയുമാണ്, നല്ല ടേസ്റ്റും ഉണ്ട്. ഞാൻ ലാസ്റ്റ് ഒരു കഷ്ണം കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ തന്നെ ഫീഡ്ബാക്ക് പറയില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയെങ്കിൽ മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ. റാഗി എന്തുകൊണ്ടും നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒരു ധാന്യമാണ്, പ്രത്യേകിച്ച് രക്തക്കുറവുള്ളവർക്ക് കേട്ടോ. ഞാനിവിടെ ഉൾപ്പെടുത്താൻ കഴിയുന്ന ഒരുവിധം എല്ലാത്തിലും ഞാൻ ഉൾപ്പെടുത്താൻ ശ്രമിക്കലുണ്ട്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാൻ ബാക്കിയുള്ള ആ ഒരു പത്തിരിൻ്റെ കുഴച്ച മാവുണ്ടല്ലോ അത് വെച്ചിട്ട് ഞാൻ പ്രസ്സിൽ പരത്തിയിട്ട് അത് പത്തിരിയാക്കിയിട്ട് എടുത്തു. ഒരു 3 ബാക്കി ഉണ്ടായിട്ടുള്ളൂ. ബാക്കി എല്ലാവർക്കും ഞാൻ എടുത്ത ഒരളവ് തികഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. ഒരുപാട് കൂട്ടുകാർ നമ്മളെ വീഡിയോ കണ്ടിട്ട് ജസ്റ്റ് ഒരു ലൈക്ക് പോലും ചെയ്യാതെ പോകണം. നമുക്ക് ഭയങ്കര സങ്കടമായ ഒരു കാര്യമാണ് കേട്ടോ. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ യൂട്യൂബിൽ ഓരോ വീഡിയോയും അപ്ലോഡ് ആക്കുന്നത്. അപ്പോൾ ഇത് ചെയ്യുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് അറിയുള്ളൂ. അപ്പോൾ നിങ്ങൾ മറന്നു പോവുകയാണെങ്കിൽ ഞാനൊന്ന് ഓർമ്മിപ്പിച്ചതാണ് കേട്ടോ. നിങ്ങളുടെ ലൈക്കിനും കമൻറ്റിനും സബ്സ്ക്രൈബിനൊക്കെ യൂട്യൂബിൽ നല്ല വാല്യൂ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മറക്കാതെ അതൊന്ന് ചെറുപ്പോൾ തന്നെ നമ്മുടെ ആ ഒരു ബെല്ലൈക്കൺ ഉണ്ടല്ലോ അതൊന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ആക്കുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അടുത്ത നല്ലൊരു ഉഷാർ വീഡിയോ ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.